യാത്രകൾ എന്നും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ. അത് തൊട്ടടുത്ത് എവിടെയെങ്കിലും പോകാനായാലും കുറച്ച് ദൂരത്തോട്ടായാലും എന്തായാലും യാത്രകൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി, ഒരു സന്തോഷം, ഒരു ഉന്മേഷം, എനർജിയൊക്കെ തരുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ഓടിവായോ, കുറേ ദിവസമായി ലെന്തി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ഒരു സായാഹ്ന വിശേഷത്തിലേക്ക് പോകാം. പിന്നെ എന്താണ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈദ് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഇന്നലെ അരുണൊരു ഓഫ് ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്ത് തന്നെയുള്ള എമിറേറ്റാണ് അജ്മാൻ ബീച്ചിലോട്ടൊന്ന് പോയായിരുന്നു. നമ്മൾ ഷാർജയിലാണ് താമസിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അജ്മാൻ. അപ്പോൾ അജ്മാൻ ബീച്ചിൽ പോയ ഒരു വിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. നല്ല ചൂടാണ് കേട്ടോ. സമ്മറായാണ് ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്ത് നല്ല ചൂടാണ്. നമ്മൾ 6 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് പോയതെങ്കിലും അവിടെ ചെന്നിട്ടും സൂര്യൻ നല്ല തിളച്ച് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. നല്ല ചൂടും നല്ല വെയിലും ഹ്യൂമിഡിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ പോയതല്ലേ എന്ന് വിചാരിച്ച് ചൂടൊക്കെ ഒന്നും വകവെച്ചില്ല. കുറച്ച് അവിടെയൊക്കെ നടന്നു. ഈദായതുകൊണ്ട്, ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു ബീച്ചിൽ. ആൾക്കാർക്ക് ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരും ബീച്ചിൽ കുളിക്കുന്നു, കളിക്കുന്നു. റോഡ് കുറച്ചുള്ള ഏരിയയിൽ എടുത്ത വീഡിയോസാണ് ഞാനിതൊക്കെ. കുറച്ച് അങ്ങോട്ടൊക്കെ മാറി നല്ല തിരക്ക് ആയിരുന്നു. പിന്നെ കുറച്ച് ക്രൗഡ് കുറഞ്ഞ ഏരിയയിലെ വീഡിയോസാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങളവിടെ പോയ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. അവിടെ നമുക്ക് നടക്കാനുള്ള ട്രാക്കുണ്ട്, പിന്നെ സൈക്ലിംഗ് ചെയ്യേണ്ടവർക്ക് സൈക്ലിംഗ് ട്രാക്കുണ്ട്. അങ്ങനെ പിന്നെ ഒരു പാർക്ക് ഏരിയ പോലൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. കുറച്ച് ചെറിയ റൈഡ്സും ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ കുറച്ച് നേരം വാക്കിംഗ് ഏരിയയിൽ ട്രാക്കിൽ കുറച്ച് നേരം നടന്നു. അന്നേരം ഞാൻ എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ സൺസെറ്റും കണ്ടിട്ട് സൂര്യാസ്തമയവും കണ്ടിട്ടാണ് തിരിച്ചു പോരുന്നത്. ഒരു 2 hours അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ നല്ല ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഒരു എന്താണ് എപ്പോഴും പോകുന്ന ഒരു രസം ഫീൽ ചെയ്തില്ല, ചൂടുള്ളത് കൊണ്ട്. കടലിനെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കുമ്പം സത്യത്തിൽ പലരും പല രീതിയിലായിരിക്കും അല്ലേ ചിന്താഗതികൾ. നമ്മൾ സന്തോഷത്തോടെ കടലിനെ നോക്കിയാൽ നമുക്ക് സന്തോഷം കൂടുന്നത് പോലെ തോന്നും. നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളാണല്ലോ എല്ലാം അല്ലേ. നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയത്ത് കടലിലോട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആ സന്തോഷം ഇരട്ടിയാവുന്ന ഒരു ഫീലായിരിക്കും. അതേസമയം നമ്മുടെ സങ്കടത്തോടെയാണ് എന്തെങ്കിലും നമുക്ക് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടം ആലോചിച്ചാണ് നമ്മൾ കടലിനെ നോക്കുന്നതെങ്കിൽ നമ്മുടെ സങ്കടം പിന്നെയും കടലോളം ഉള്ളതുപോലുള്ള ഒരു ഫീലായിരിക്കും. ഇതൊക്കെ എൻ്റെ ചിന്താഗതികളാണ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു കവി ഭാവനയിലാണെങ്കിൽ കവി എങ്ങനെയായിരിക്കും, കവിത എഴുതാനുള്ള ഒരു മൂഡിലായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അതിപ്പോൾ ഒരുപാട് ദൂരെയൊന്നും പോകണമെന്നില്ല. തൊട്ടടുത്ത് കുറച്ച് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു കോർണിഷ് ഏരിയയോ പാർക്കിലോ എവിടെ ആയാലും ഒന്ന് നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നാലും നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണല്ലോ. എന്താണ് നമ്മൾ ആ നേച്ചറുമായിട്ടൊന്ന് കണക്റ്റായിട്ട് ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പോസിറ്റീവ് വൈബ്, ഒരു എനർജി, ഒരു സന്തോഷം അങ്ങനെയൊക്കെ ഉള്ളിൽ തോന്നുന്ന എനിക്ക് അങ്ങനെയാണ്. ഞാൻ പിന്നെ വളരെ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നലത്തെ ഒരു ദിവസം ഇങ്ങനെ ബീച്ചിലൊക്കെ പോയി സൂര്യാസ്തമയമൊക്കെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോരുന്നു. ചൂടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു 8:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലെത്തി. ഇതായിരുന്നു നമ്മുടെ ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഈവനിങ് സായാഹ്ന വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസ് ത്രൂ പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.